പക്ഷേ സെക്കൻഡ് ഹാഫ് കൊള്ളാം, കുഴപ്പമില്ല. രജനീകാന്തിൻ്റെ ഫൈറ്റ് സീൻസൊക്കെ ഉണ്ട്, മാസം അത്രയ്ക്ക് അങ്ങോട്ട് ഇതാകുന്നില്ല. പക്ഷേ നമ്മൾ പ്രതീക്ഷ അത്ര മാസമില്ല. അതാണ് പടത്തിലാകെ ഒരു മതത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെയും കൂടെ മിക്സഡ് ആയിട്ടുള്ളൊരു ഫിലിമാണിത്. നമ്മൾ ഹിന്ദു മുസ്ലിംസിൻ്റെ ഒരു എല്ലാവരും കൂടെ ചേർന്ന് ഒരു എന്താ പറയുക, ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു ആഘോഷം നടത്തുന്ന ഒരു ബേസിക്കായിട്ട് അങ്ങനെ ഒരു കഥയാണ്, സ്റ്റോറിയാണ് ഈ മൂവിയിലുള്ളത്. ഒരു ലാഗാണ് പടം, ഒരു എഴച്ചിലാണ്. ഒരു ഫസ്റ്റ് ഹാഫ് ഫുള്ള് ഒരു എഴച്ചിൽ അങ്ങനെ പോവുകയാണ്. ഒരു സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്, കുഴപ്പമില്ല. മൊത്തത്തിലൊരു നമുക്കൊരു 5-ൽ 3.5 കൊടുക്കാം. ഒരു ആവറേജ് ഫിലിം, അത്രേ ഉള്ളൂ. ഒരു ആവറേജ് കൊടുക്കാം നമുക്ക് ഫിലിം. അത്യാവശ്യം കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കുക. ഫിലിം കുറച്ച് ലാഗാണ്. അല്ല, ഗസ്റ്റ് അല്ല ഇത് സംഭവം. രജനീകാന്തിൻ്റെ ഓൾമോസ്റ്റ് ഒരു പടത്തിലൊരു 45% സ്ക്രീനിലുണ്ട് രജനീകാന്ത് ഓൾറെഡി. കാരണം രജനീകാന്തിൻ്റെ മോനെ ബേസ് ആയിട്ടാണ് ഈ പടം പോകുന്നത്. പുള്ളി അതിന് സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ട്. അതാണ് ഫിലിമിൻ്റെ. ജയിലറായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇത് 93 മോഡലാണ്, 93 ആണ്, 90s ബേസ്ഡ് ആണ്. കുഴപ്പമില്ല പടം എന്ന് പറയാം. കാര്യമായിട്ടൊന്നുമില്ല, ഒരു ഓക്കെ പടം. എന്ന് വെച്ചാൽ ഈ ജാതി മതം ഒക്കെ ഹിന്ദു മുസ്ലിം കോൺഫ്ലിക്ട്സ് ഒന്നും ഇല്ലാതെ ഈക്വലായിട്ട് പോകണം, ആ ഒരു രീതി. അതിപ്പോൾ ഇല്ല എന്ന് പറയാം. പിന്നെ രജനീകാന്ത് ഉള്ളതുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കാം. ഒരു ഫസ്റ്റ് ഹാഫ് ലാഗാണ്. എന്ന് വെച്ചാൽ ഒരു മാസ്, നമ്മൾ പ്രതീക്ഷ ഒരു മാസ് ഫിലിമെന്ന് പ്രതീക്ഷ പോയത്. പക്ഷെ മാസ് അത്രയ്ക്ക് അങ്ങോട്ട്